ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ വൃത്രാസുരവധത്തെക്കുറിച്ചാണ്. ശൂരസേനം എന്ന പ്രസിദ്ധമായ രാജ്യത്തിൽ പണ്ട് ചിത്രകേതു എന്നു പേരായൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1,000,000 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ആരിലും തന്നെ ഒരു പുത്രൻ അദ്ദേഹത്തിന് ജനിച്ചില്ല. മാത്രമല്ല, ആ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സുഖമുണ്ടായില്ല. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസ് ലോകങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ചിത്രകേതുവിൻ്റെ ഭവനത്തിൽ ചെന്നു. ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസ് മഹർഷിയാണ് കേട്ടോ. രാജാവ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം രാജാവിനോട് കുശല പ്രശ്നങ്ങളെല്ലാം ചെയ്ത ശേഷം പ്രജകൾക്കെല്ലാവർക്കും തന്നെ സുഖമല്ലേ എന്ന് ചോദിച്ചു. രാജാവ് അതിനെല്ലാം മറുപടി പറഞ്ഞ ശേഷം തനിക്കുള്ള ഒരേ ഒരു ദുഃഖം തനിക്ക് മക്കളില്ല എന്നതു മാത്രമായിരുന്നു എന്ന് പറയുകയും ഒരു മകൻ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്കിരസ് മഹർഷിയോടായി ചോദിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ അപേക്ഷ പ്രകാരം അങ്കിരസ് മഹർഷി ത്വഷ്ടാവിനെ ഉദ്ദേശിച്ചൊരു ചരുപാകം ചെയ്യിച്ച് യജിപ്പിച്ചിട്ട് രാജപത്നിമാരിൽ ജ്യേഷ്ഠയും ശ്രേഷ്ഠയും ആയിരുന്ന കൃതദ്യുതിക്ക് ആ യജ്ഞോച്ഛിഷ്ടം കൊടുത്തു. അതിൻ്റെ ഫലമായി സന്തോഷത്തിനും സങ്കടത്തിനും കാരണമായ ഒരു പുത്രൻ ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ച് മഹർഷി അവിടെ നിന്നും യാത്രയായി. കൃതദ്യുതി യജ്ഞശേഷം ഭുജിച്ചതുകൊണ്ട് തന്നെ ചിത്രകേതുവിൽ നിന്ന് ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പുത്രലാഭത്താൽ അതീവ സന്തുഷ്ടനായ ചിത്രകേതു അവൻ്റെ ജാതകർമ്മവും മറ്റും നടത്തുകയും ബ്രാഹ്മണർക്ക് സ്വർണം, വസ്ത്രം, ആന, കുതിര എന്നിങ്ങനെയുള്ള മഹത്തായ ദാനങ്ങളെല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തു. ഈ രാജാവിന് തൻ്റെ മകനോടുള്ള സ്നേഹം നാൾക്കുനാൾ വളർന്നു വന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് ആ പുത്രൻ്റെ മാതാവ് എന്നുള്ള നിലയിൽ കൃതദ്യുതിയോടും കൂടുതൽ സ്നേഹമുണ്ടായി. എന്നാൽ മറ്റുള്ള പത്നിമാർക്ക് അതൊന്നും അത്ര രസിച്ചില്ല. അത് കാരണമായി ദുഷ്ടബുദ്ധികളായവർ രാജാവിൻ്റെ ആ പുത്രന് വിഷം കൊടുത്തു. ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതി കൃതദ്യുതി കൃത്യാന്തരങ്ങളിൽ വ്യാപൃതയായി മാറി, അതായത് ദിനചര്യകളിൽ. എന്നാൽ വളരെയേറെ സമയം കഴിഞ്ഞിട്ടും തൻ്റെ മകൻ ഉണർന്ന് കാണായകയാൽ അവിടെ ചെന്ന് നോക്കി അവർ കണ്ടത് മരിച്ചു കിടക്കുന്ന കുട്ടിയെയാണ്. സഹിക്കാനാവാതെ ശോകം കൊണ്ടവർ വാവിട്ടു കരഞ്ഞുപോയി. ഈ വിവരം അറിഞ്ഞ രാജാവ് മൃതപ്രായനായി ബോധം കെട്ടുവീണു. ഈ രാജപത്നിമാർ തങ്ങൾ ചെയ്ത ദുഷ്ടകൃത്യം മൂടിവെക്കുവാനായി കപടമായി ദുഃഖം നടിച്ച് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ രാജധാനിയാകെ ദുഃഖത്തിലാണ്ട് നിശ്ചലമായി പോയി. ഈ അവസരത്തിൽ അങ്കിരസ് മഹർഷിയും ശ്രീ നാരദമുനിയും കൂടി അവിടേക്ക് എഴുന്നള്ളി. രണ്ടുപേരും സാന്ത്വന വാക്കുകൾ കൊണ്ടും വേദാന്തോപദേശങ്ങൾ കൊണ്ടും രാജാവിനെ സമാധാനിപ്പിക്കുവാൻ നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ നാരദർ മരിച്ചു കിടക്കുന്ന രാജകുമാരനെ തൻ്റെ യോഗശക്തിയാൽ ജീവിപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മാതാപിതാക്കന്മാരും ബന്ധുക്കളും സങ്കടപ്പെട്ടിരിക്കുന്നത് നോക്കുവാനും ബാക്കിയുള്ള ആയുഷ്കാലം അവരോട് കൂടി ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് മറുപടിയായി ആ പുത്രൻ്റെ ജീവൻ ചോദിച്ചു. ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ എന്നിങ്ങനെ പലരിലും പൂർവകർമ്മങ്ങളിൽ ജനിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇവരേതു ജന്മത്തിലായിരുന്നു മാതാപിതാക്കളായിരുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പശു ആദികൾക്ക് ക്രയവിക്രയം ഹേതുവായി ആരുമായും നിത്യമായ ബന്ധം ഉണ്ടാവുന്നില്ല. ഒരു ജീവൻ കർമ്മവശാൽ എവിടെ വർത്തിക്കുന്നുവോ അതുവരെ മാത്രമാണ് അവിടെ ഉള്ളവരുമായി ബന്ധമുണ്ടാവുന്നത്. ശരീരാദികളിൽ ഈ സത്വമുണ്ടല്ലോ, ആ ചൈതന്യമുണ്ടല്ലോ, അത് നിലനിർത്തുന്നത് അസ്ഥാനത്താണ്. അതിനാൽ എനിക്കും ഇവർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ആ കുഞ്ഞ് പറഞ്ഞു, അല്ലെങ്കിൽ ആ കുഞ്ഞിലുള്ള ജീവൻ പറഞ്ഞു. ഇപ്രകാരമുള്ള ആ രാജപുത്ര ജീവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ബന്ധുക്കളെല്ലാം ആശ്ചര്യപ്പെട്ടുപോയി. തൻ്റേത് എന്നുള്ള ഭാവം ത്യജിക്കുകയും ദുഃഖത്തിൽ നിന്നവർ ശാന്തരാവുകയും ചെയ്തു. എന്നാൽ ചിത്രകേതുവാവട്ടെ അങ്കിരസിൻ്റെയും ശ്രീനാരദമുനിയുടെയും ഉപദേശത്താൽ വിരക്തനായി മാറി. എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ച് പുറത്തേക്ക് വന്നു അദ്ദേഹം. എന്നിട്ട് കാളിന്ദി ജലത്തിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണാദികൾ അനുഷ്ഠിച്ച് ആ ഋഷീശ്വരന്മാരെ വന്ദിച്ചു. അതിൽ പിന്നെ നാരദർ അദ്ദേഹത്തിന് വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുപ്നനൻ, അനിരുദ്ധൻ എന്നിങ്ങനെയുള്ള ചതുർവ്യൂഹരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ഉപാസിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിനുള്ള മന്ത്രവും ഉപദേശിച്ച ശേഷം പിന്നീട് ആ മഹർഷിമാർ ബ്രഹ്മലോകത്തിലേക്ക് പോയി.
പിന്നീട് ഈ ചിത്രകേതു ജലം മാത്രം ഭക്ഷിച്ച്, അതായത് വെള്ളം മാത്രം കുടിച്ച് ഏകാഗ്രചിത്തനായി ശ്രീ നാരദരാൽ ഉപദേശിക്കപ്പെട്ട വിദ്യയെ 7 ദിവസം കൊണ്ട് ഇടമുറിയാതെ പാരായണം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വിദ്യാധരാധിപത്യം ലഭിച്ചു. വീണ്ടും കുറച്ചുനാൾ വിദ്യാധാരണ ചെയ്ത അദ്ദേഹം ദേവദേവനായ ആദിശേഷമൂർത്തിയുടെ ചരണപത്മത്തെ പ്രാപിക്കേണ്ടായി. താമരവളയം പോലെ ശുഭ്രമായതും നീലാംബരം ധരിച്ചതും കിരീടം, തോൾവളകൾ, കടിസൂത്രം ഇത്യാദി ഭൂഷണങ്ങളാൽ അലങ്കൃതവും പ്രസന്നമായ മുഖത്തോടും അരുണവർണ്ണമായ തൃക്കണ്ണുകളോടും കൂടിയതുമായ ആദിശേഷമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. ആ ഭഗവത് ദർശനത്താൽ ആനന്ദഭരിതനായി തീർന്ന ചിത്രകേതു അല്പനേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഭഗവാനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. അങ്ങനെ ചിത്രകേതുവിനെ അനുഗ്രഹിച്ച് ഭഗവാൻ തിരോധാനം ചെയ്തു. അങ്ങനെ ഭഗവാൻ അന്തർധാനം ചെയ്ത ആ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ച ശേഷം ചിത്രകേതു ആകാശമാർഗം തൻ്റെ സഞ്ചാരം തുടങ്ങായി. അദ്ദേഹം മുനികളാലും സിദ്ധന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ടും വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഭഗവത് സ്തോത്രങ്ങൾ ആലപിച്ചുകൊണ്ടും പർവ്വതപ്രാന്തങ്ങളിലും ഗുഹകളിലും എല്ലാമായി അനേക ലക്ഷം സംവത്സരങ്ങൾ വിഹരിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം ഭഗവാനാൽ കൊടുക്കപ്പെട്ടതും ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നതുമായൊരു വിമാനത്തിൽ യാത്ര ചെയ്യവേ ഋഷീശ്വരന്മാരുടെ സഭയിൽ ശ്രീ പാർവതിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനെ കാണുകയും ഉച്ചത്തിൽ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ശ്രീ രുദ്രൻ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയെ നിഷിദ്ധമായി വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാകൃത മനുഷ്യർ പോലും രഹസ്യമായി മാത്രം ചെയ്യുന്ന അപ്രകാരം പ്രവർത്തികൾ ലോകഗുരുവായ രുദ്രൻ മഹർഷിമാരുടെ സദസ്സിൽ വെച്ച് നിർലജ്ജം ചെയ്യുന്നുവല്ലോ എന്നായിരുന്നു ഈ ചിത്രകേതു പറഞ്ഞത്. ഇതു കേട്ട പരമേശ്വരൻ ചെറുതായൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എങ്കിലും ആ പരിഹാസവാക്ക് സഹിക്കാനാവാതെ കോപം വന്നത് മറ്റാർക്കുമല്ല, പാർവതീദേവിക്കായിരുന്നു. ചിത്രകേതുവിനെ ഒരു അസുരനായി ജനിക്കട്ടെ എന്ന് ശപിക്കേണ്ടായി മാതാവ്. ഈ ശാപവാക്കുകൾ കേട്ട ചിത്രകേതു വേഗത്തിൽ വിമാനത്തിൽ നിന്നും ഇറങ്ങി ശ്രീ പാർവതീദേവിയെ ശിരസാ വന്ദിച്ചുകൊണ്ട് ദേവിയുടെ ശാപം താൻ സ്വീകരിക്കുന്നു എന്ന് പറയുകയും താൻ പറഞ്ഞത് തെറ്റായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹം അവിടെ നിന്നും പോയി യഥാർത്ഥ ഭഗവത് ഭക്തന്മാർ സ്വർഗം, മോക്ഷം, നരകം, ശാപം, അനുഗ്രഹം എന്നിവയിലെല്ലാം സമബുദ്ധികളായിരിക്കുമെന്നും അതിനാലാണ് ചിത്രകേതു മറുത്തൊന്നും പറയാതെ ആ ശാപത്തെ സ്വീകരിച്ചത് എന്നും പാർവതീദേവിയെ തിരിച്ചങ്ങോട്ടും ശപിക്കുവാനും കഴിവുണ്ടായിരുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യാതിരിക്കുവാനുള്ള കാരണം അതാണെന്നും ശ്രീ മഹേശ്വരൻ പാർവതീദേവിയോടായി പറഞ്ഞു. അപ്പോൾ ശ്രീ പാർവതീദേവിയുടെ ശാപത്തിന് വിധേയനായ ചിത്രകേതുവാണ് ഈ വൃത്രാസുരനായി ജനിച്ചത്. വൃത്രാസുരൻ ജനിക്കുവാനിടയായ സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരിക്കൽ ദേവേന്ദ്രൻ തൻ്റെ ഭാര്യയായ ശചീദേവിയോടുകൂടി ദേവഗണങ്ങളുടെ മധ്യത്തിൽ മഹാരാജ ചിഹ്നങ്ങളോടുകൂടി തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കവേ ദേവഗുരുവായ ബൃഹസ്പതി അവിടെ ചെന്നുവെങ്കിലും ഇന്ദ്രൻ എഴുന്നേൽക്കുകയോ ഗുരുവിനെ സിംഹാസനം കൊടുത്തിരുത്തുകയൊന്നും തന്നെ ചെയ്തില്ല. ഇന്ദ്രൻ്റെ ആ ഒരു ഐശ്വര്യമതമാണല്ലോ അപ്രകാരമുള്ള പെരുമാറ്റത്തിന് കാരണം ആയത് എന്നറിഞ്ഞ ബൃഹസ്പതി ഒന്നും പറയാതെ സ്വഗൃഹത്തിലേക്ക് തിരികെ പോയി. എന്നാൽ തനിക്ക് പറ്റിയ അബദ്ധം തന്നെത്താൻ മനസ്സിലാക്കിയ ഇന്ദ്രൻ സദസ്സിൽ വെച്ച് തന്നെ സ്വയം നിന്ദിച്ചു. എന്നിട്ട് ഗുരുവിൻ്റെ ആ വീട്ടിലേക്ക് ചെന്ന് തൻ്റെ ആ അപരാധത്തിന് ക്ഷമാപണം ചെയ്യാമെന്ന് ഈ ഇന്ദ്രൻ കരുതിയെങ്കിലും ദേവഗുരു ആ സമയത്ത് സ്വന്തം ഗൃഹത്തിൽ നിന്നും അന്തർധാനം ചെയ്തു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ അസുരന്മാർ ഗുരുവായ ശുക്രാചാര്യരുടെ അനുജ്ഞയോടുകൂടി ദേവന്മാരോട് യുദ്ധത്തിനിറങ്ങി. ഈ അസുരന്മാരുടെ ആയുധങ്ങളാൽ പീഡിതരായ ദേവന്മാർ ഇന്ദ്രനോടൊത്ത് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. പിന്നീട് ഗുരുനിന്ദയുടെ ഫലമായിട്ടാണ് അങ്ങനെ അമംഗളങ്ങൾ സംഭവിക്കുന്നത് എന്നും അതിനാൽ തപസ്വിയും ധീരനും ബ്രാഹ്മണനും ത്വഷ്ടാവിൻ്റെ പുത്രനും ആയ വിശ്വരൂപനെ വേഗത്തിൽ ചെന്ന് ഗുരുവായി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നും ബ്രഹ്മാവ് അവരെ ഉപദേശിക്കേണ്ടായി. കശ്യപന് അതിഥിയിലുണ്ടായ ദ്വാദശാദിത്യന്മാരിൽ ഒരാളായിരുന്നു ഈ ത്വഷ്ടാവ്. ത്വഷ്ടാവിന് ദൈത്യന്മാരുടെ അനുജയായ രചന എന്ന കന്യകയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. വിശ്വരൂപൻ്റെ പിതാവ് ദേവകുലത്തിലും മാതാവ് അസുരകുലത്തിലുമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം അസുരന്മാരുടെ നേരെ പക്ഷപാത കർമ്മത്തെ ചെയ്യുകയാണെങ്കിൽ അത് ക്ഷമിക്കണമെന്നും എങ്കിൽ അദ്ദേഹം ദേവന്മാരുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിക്കുമെന്നും അരുളി ചെയ്ത് ബ്രഹ്മാവ് ദേവന്മാരെ തിരിച്ചയക്കേണ്ടായി.
ബ്രഹ്മാവിൻ്റെ ഉപദേശാനുസരണം ദേവന്മാർ വിശ്വരൂപനെ സമീപിക്കുകയും തങ്ങളുടെ ആചാര്യനായി നിന്ന് തങ്ങൾക്ക് വിജയമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വരൂപൻ കുറേയെല്ലാം ഒഴിവു കഴിവുകൾ പറഞ്ഞുവെങ്കിലും ഒടുവിൽ ദേവന്മാരുടെ അപേക്ഷയെ സ്വീകരിച്ച് അവരുടെ ആ പൗരോഹിത്യ സ്ഥാനം ഏറ്റെടുത്തു. അനന്തരം അദ്ദേഹം എന്തു ചെയ്തുവെന്നോ, അദ്ദേഹം ദേവേന്ദ്രന് ശ്രീനാരായണ കവചം എന്ന മഹാമന്ത്രം ഉപദേശിക്കുകയായി. ഇന്ദ്രൻ അതിൻ്റെ ശക്തി കൊണ്ട് അസുരന്മാരെ എല്ലാവരും ജയിച്ചു. പിന്നീട് വിശ്വരൂപന് സോമം പാനം ചെയ്യുന്നതും മദ്യപാനം ചെയ്യുന്നതും അന്നം ഭക്ഷിക്കുന്നതുമായ 3 ശിരസ്സുകളുണ്ടായിരുന്നു. അദ്ദേഹം ദേവന്മാർക്കുള്ള യജ്ഞഭാഗം മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് പ്രത്യക്ഷമായാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അസുര സ്ത്രീയുടെ പുത്രനാകയാൽ ഗോപ്യമായി അസുരന്മാർക്കും യജ്ഞഭാഗം നൽകി പോന്നു. ഇതറിഞ്ഞ ഇന്ദ്രൻ കുപിതനായി മാറി. വിശ്വരൂപൻ്റെ 3 ശിരസ്സുകളും അദ്ദേഹം ഛേദിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സോമപാനം ചെയ്തിരുന്ന ശിരസ് കപിഞ്ചം എന്ന പക്ഷിയായും സുരാപാനം ചെയ്തിരുന്ന ശിരസ് കളപിംഗം എന്ന പക്ഷിയായും അന്നം ഭക്ഷിച്ചിരുന്ന ശിരസ് തിത്തിരി പക്ഷിയായും തീർന്നു. അങ്ങനെ ഈ വിശ്വരൂപവധത്തിൽ നിന്നും ഉത്ഭൂതമായ ബ്രഹ്മഹത്യാ പാപത്തെ ഇന്ദ്രൻ സ്വീകരിക്കുകയും ഭൂമി, ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവർക്കായി പങ്കിട്ടു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ പാപം ഭൂമിയിൽ മരുപ്രദേശമായും ജലത്തിൽ പോള, നുര, പത എന്നീ രൂപങ്ങളായും ഇനി വൃക്ഷങ്ങളിൽ കറയായും സ്ത്രീകളിലോ മാസം തോറുമുള്ള ആർത്തവമായും പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ പുത്രനായ വിശ്വരൂപൻ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടുവെന്നറിഞ്ഞ കുപിതനായ ത്വഷ്ടാവ് ഇന്ദ്രനെ കൊല്ലുവാനുള്ളൊരു ശത്രു ഉടൻ തന്നെ ജനിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഒരു ഹോമം ചെയ്യേണ്ടായി. ഇന്ദ്രശത്രു വർദ്ധിച്ചാലും ക്ഷണത്തിൽ തന്നെ ഇന്ദ്രനെ നിഗ്രഹിച്ചാലും എന്നായിരുന്നു ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ആ ഹോമാവസരത്തിൽ ദക്ഷിണാഗ്നിയിൽ നിന്ന് അതിഭയങ്കരനായൊരു മൂർത്തി ഉത്ഭവിച്ചു. അവനായിരുന്നു വൃത്രാസുരൻ. അങ്ങനെ ഇന്ദ്രശത്രു എന്ന പദം അത്യുദാത്തമായി ഉച്ചരിച്ചതിനാൽ ഇന്ദ്രൻ്റെ ശത്രു എന്നതിന് പകരം ഇന്ദ്രനാകുന്ന ശത്രുവോട് കൂടിയവൻ എന്ന അർത്ഥം ലഭിച്ചു. അതിനാൽ ഈ വൃത്രാസുരൻ എന്തു ചെയ്തു? ഇന്ദ്രൻ്റെ ശത്രുവാകുന്നതിന് പകരം ഇന്ദ്രൻ വൃത്രാസുരൻ്റെ ശത്രുവായി തീർന്ന അയാളെ വധിച്ചു. ഇന്ദ്രസ്യ ശത്രു എന്ന ഷഷ്ഠീതൽ പുരുഷ സമാനത്തിനു പകരം ഇന്ദ്രശത്രു യസ്വസ്യ എന്നാണ് ഫലത്തിൽ വന്നത്. സംഹാരകാരകനായൊരു അന്തകനെ പോലെ ഈ വൃത്രാസുരൻ ദക്ഷിണാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഈ മുനകൾ ജ്വലിക്കുന്ന ത്രിശൂലത്തോടുകൂടി ഭൂമി വിറയ്ക്കുന്ന വിധത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് വരുന്ന വൃത്രാസുരനെ കണ്ടിട്ട് ദേവന്മാരെല്ലാവരും ഭയപ്പെട്ടു പോയി. അവൻ്റെ ആ ഒരു തമസ്സുകൊണ്ട്, ഇരുട്ടുകൊണ്ട് ലോകങ്ങൾ ആവൃതങ്ങളായി തീർന്നതിനാൽ അവൻ വൃത്രാസുരൻ എന്ന പേരിൽ വളരെ പ്രസിദ്ധനായി തീർന്നു. തങ്ങൾക്കു നേരെ ഓടിയണയുന്ന ആ ഇരുട്ടിനെ കണ്ടിട്ട്, വൃത്രാസുരനെ കണ്ടിട്ട് ദേവന്മാർ അവനു നേരെ തങ്ങളുടെ ദിവ്യാസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചുവെങ്കിലും അവൻ ആ അസ്ത്രങ്ങളെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും ഭയവിഹ്വലരായി സാക്ഷാൽ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടായി. ശ്രീവത്സം, കൗസ്തുഭം എന്നിവയൊഴിച്ചുള്ള എല്ലാവിധ ഭൂഷാദികളാലും അലംകൃതരായ 16 പാർഷദന്മാരോടു കൂടി ശ്രീമൻ നാരായണൻ ദേവന്മാരുടെ മുന്നിൽ ആവിർഭവിച്ചു. അങ്ങനെ ദേവന്മാർ വീണ്ടും സ്തുതിച്ചുകൊണ്ട് ഈ വൃത്രാസുരനെ നിഗ്രഹിച്ച് തങ്ങളെ രക്ഷിക്കണമേ എന്ന് സാക്ഷാൽ നാരായണമൂർത്തിയോട് അഭ്യർത്ഥിക്കേണ്ടായി. പ്രസന്നനായി മാറിയ ശ്രീമൻ നാരായണൻ ദേവന്മാരോട് ഉപദേശിച്ചത് ഇപ്രകാരമാണ്. ഋഷിശ്രേഷ്ഠനായ ദദീജി മഹർഷിയെ സമീപിച്ച് വിദ്യാവ്രതങ്ങൾ, തപസ് എന്നിവയാൽ ശക്തമായി തീർന്ന ശരീരത്തെ യാചിക്കുവാനായിരുന്നു. അദ്ദേഹം അശ്വശിരസ് എന്ന് പ്രസിദ്ധമായി തീർന്നിരുന്ന ബ്രഹ്മവിദ്യയെ അശ്വിനി ദേവന്മാർക്കായിക്കൊണ്ട് ഉപദേശിക്കുകയും അവർക്ക് ജീവൻ മുക്താവസ്ഥ സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപദേശിച്ചാൽ ശിരസ് ഛേദിക്കുമെന്ന് ഇന്ദ്രൻ ഭയപ്പെടുത്തിയതിനാൽ അശ്വശിരസായിട്ടാണ് അത് ഉപദേശിച്ചിരുന്നത്. ആ ശിരസ് ഇന്ദ്രൻ ഛേദിച്ചപ്പോൾ അശ്വിനി ദേവന്മാർ പൂർവ്വശിരസ്സു തന്നെ വെച്ച് ജീവിപ്പിച്ചുവെന്നാണ് കഥ. അശ്വശിരസായി ഉപദേശിച്ചതിനാൽ ആ വിദ്യയ്ക്ക് അശ്വശിരസ് എന്ന പ്രസിദ്ധിയുണ്ടായി. അദ്ദേഹം തൻ്റെ ശരീരം തീർച്ചയായും ദേവന്മാർക്ക് നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ ശരീരാവയവങ്ങൾ കൊണ്ട് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെടുന്ന ദിവ്യായുധം ഭഗവത് തേജസ് കൊണ്ട് ശക്തമായി തീർന്നാൽ ആ വജ്രായുധത്താൽ ഈ വൃത്രാസുരൻ്റെ ശിരസ് ഛേദിക്കുവാൻ കഴിയുമെന്നും ഭഗവാൻ ദേവന്മാരോടായി അരുളി ചെയ്തു. അതിനുശേഷം അവരെ അനുഗ്രഹിച്ച്
ഭഗവാൻ അവിടെ നിന്നും പോയി. ഇന്ദ്രനും ദേവന്മാരും കൂടി ദധീജി മഹർഷിയുടെ സമീപത്ത് ചെന്ന് വന്ദിച്ച ശേഷം തങ്ങൾ ചെന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദേഹം യാചിച്ചുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. താൻ അവർക്കു വേണ്ടി തൻ്റെ ദേഹം ഉപേക്ഷിക്കുവാൻ ഒരുക്കമായിരുന്നുവെങ്കിലും അവർ ധർമ്മം പറഞ്ഞു കേൾക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവരോട് ചോദിച്ചത് സാക്ഷാൽ ഭഗവാൻ ആവശ്യപ്പെട്ടാൽ പോലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ ദേഹമാണ്. ആ ദേഹം ദാനം ചെയ്യുമോ എന്നതായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു വസ്തുവാണ് ഉപേക്ഷിക്കാത്തത് എന്നായിരുന്നു ദേവന്മാരുടെ മറുചോദ്യം. ഏതായാലും താൻ എന്നെങ്കിലും ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടതായി വരുന്ന തൻ്റെ ശരീരം അവർക്ക് നൽകാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. അനന്തരം അദ്ദേഹം സർവേശ്വരനും ബ്രഹ്മസ്വരൂപിയുമായ ഭഗവാനിൽ ആത്മാവിനെ ലയിപ്പിച്ച് ശരീരത്തെ പരിത്യജിച്ചു. അങ്ങനെ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എടുത്ത് വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം നിർമ്മിപ്പിച്ചു. പിന്നീടതിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ തേജസ് കൂടിക്കൊണ്ടു. സർവദേവഗണങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടും അതേപോലെ മുനീശ്വരന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ദേവേന്ദ്രൻ ആ വജ്രായുധം കയ്യിലെടുത്തു. എന്നിട്ട് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി അനന്തരം അദ്ദേഹം യാത്രയായി. ഇത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് വൃത്രാസുരൻ ഇന്ദ്രനു നേരെ പാഞ്ഞു വന്നു. നർമ്മദാ തീരത്ത് വെച്ച് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടാവുകയാണ്. അങ്ങനെ ആദ്യത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിലായിരുന്നുവെത്രേ ആ യുദ്ധമുണ്ടായത്. രുദ്രന്മാർ, വസുക്കൾ, അതിഥി പുത്രന്മാർ, അശ്വിനി ദേവന്മാർ, പിതൃക്കൾ, മരുത്തുക്കൾ, ഋഭുക്കൾ, സിദ്ധന്മാർ, വിശ്വദേവന്മാർ എന്നിവരെല്ലാവരും ദേവന്മാരോടുകൂടി ഇന്ദ്രൻ്റെ പക്ഷത്തും നമുജി, ശംബരൻ, ദിമൂർധാവ്, ഋഷഭൻ, അംബരൻ, ഹൈഗ്രീവൻ, ശംഖുശിരസ്, വിപ്രചിത്തിയ, അയോമുഖൻ, പുലോമാവ്, ഋഷപർവാവ്, ഹേതി, പ്രഹേതി, ഉൽക്കലൻ, സുമാലി എന്നിവരും യക്ഷരക്ഷസുകളും വൃത്രാസുരൻ്റെ പക്ഷത്തും യുദ്ധത്തിനായി അണിനിരന്നു. അങ്ങനെ അവരുടെ ആ ശാസ്ത്രാസ്ത്ര പ്രയോഗത്താൽ ആകാശം തന്നെ മൂടിപ്പോയ ദിവസമായിരുന്നു അന്ന്. അസുരന്മാർ പർവ്വതശിഖരങ്ങൾ, വൃക്ഷങ്ങൾ, ഈ ശിലകൾ, വലിയ വലിയ പാറകൾ എന്നിവയെല്ലാം എടുത്ത് ദേവന്മാരുടെ നേരെ പ്രയോഗിച്ചു. എന്നാൽ ദേവന്മാർ അതെല്ലാം ഛേദിച്ചു കളഞ്ഞു. മാത്രമല്ല ദേവന്മാരുടെ ശസ്ത്രാസ്ത്ര പ്രയോഗം സഹിക്കാൻ കഴിയാതെ വൃത്രാസുര പക്ഷക്കാർ ഓടുന്നത് കണ്ടപ്പോൾ ഈ അസുരൻ അവരെ വിളിച്ച് മരണത്തെ പേടിച്ചോടുന്നത് ശരിയല്ലെന്ന് പറയുകയും അനന്തരം അവൻ ദേവന്മാരോട് പേടിച്ചോടുന്നവരെ വധിക്കുന്നത് ധർമ്മമല്ല എന്നും ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ മുൻപിൽ ചെല്ലുവാനും പറഞ്ഞു. അങ്ങനെ അവൻ്റെ അട്ടഹാസത്താൽ ഈ ദേവന്മാരെല്ലാവരും ആ സമയത്ത് അബോധാവസ്ഥയിലേക്ക് പോയിത്രേ. അത് കണ്ട് ഇന്ദ്രൻ ഓടിച്ചെന്ന് തൻ്റെ ഗദ വൃത്രാസുരന് നേരെ പ്രയോഗിച്ചു. എന്നാൽ ഈ വൃത്രാസുരൻ അതിനെ അവജ്ഞയോടുകൂടി തൻ്റെ ഇടതു കൈകൊണ്ട് പിടിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ ഐരാവതത്തെ ഒന്ന് താടിച്ചു. അങ്ങനെ ഈ അസുരൻ്റെ താടനമേറ്റ ഐരാവതം രക്തമെല്ലാം ഛർദ്ദിച്ചുകൊണ്ട് പിന്മാറുകയും ക്ഷീണിതനായി തീർന്ന ഇന്ദ്രനു നേരെ വൃത്രാസുരൻ തൻ്റെ ശസ്ത്രപ്രയോഗം ആ സമയത്ത് നടത്തിയില്ല. ഇന്ദ്രൻ അമൃതവർഷിണിയായ തൻ്റെ കരത്താൽ സ്പർശിച്ച് ആ നിമിഷം തന്നെ ഐരാവതത്തിൻ്റെ ആ ഒരു രോഗാവസ്ഥയെ മാറ്റി. പിന്നീട് ഈ വൃത്രാസുരൻ ഇന്ദ്രനു നേരെ അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. വിശ്വരൂപവധത്തിൽ ആ ബ്രഹ്മഹത്യയും ഗുരുഹത്യയും ചെയ്ത ഇന്ദ്രനെ താൻ തൻ്റെ ശൂലത്താൽ വധിക്കുമെന്നും അങ്ങനെ തനിക്ക് സഹോദരനോടുള്ള കടം വീട്ടാൻ പറ്റുമെന്നും ഈ അസുരൻ ഇന്ദ്രനോടായി പറഞ്ഞു. വിശ്വരൂപനും വൃത്രനും ത്വഷ്ടാവിൻ്റെ പുത്രന്മാരാണല്ലോ. വിശ്വരൂപൻ വൃത്രാസുരൻ്റെ സഹോദരനാണ്. അപ്പോൾ പിന്നീട് ഈ വൃത്രാസുരൻ ദേവേന്ദ്രനോടായി പറഞ്ഞു, വജ്രായുധത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അത് പ്രയോഗിച്ച് തന്നെ വധിക്കുവാൻ കഴിയുമെന്നും എവിടെയാണോ ഭഗവാൻ ഉള്ളത് അവിടെ വിജയവും ശ്രീയും സർവ്വഗുണങ്ങളും ഭവിക്കുമെന്നും പറഞ്ഞു. തൻ്റെ പ്രത്യക്ഷ ദൈവമായ സംഘർഷണമൂർത്തി അരുളി ചെയ്ത പ്രകാരം അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ മനസ്സേകാഗ്രമാക്കി വജ്രായുധത്താൽ വധിക്കപ്പെട്ടാൽ താൻ പരമമായ ഗതിയെ പ്രാപിക്കുമല്ലോ. മാത്രമല്ല സമ്പത്തുകളിൽ നിന്ന് ദോഷം, ഭയം, ആദി, മതം, കലഹം, വ്യസനം എന്നിവ ഉണ്ടാകുമെന്നും ആനന്ദമോ ശാന്തിയോ ഉണ്ടാവുകയില്ല എന്നും നിഷ്കാമ ഭക്തന്മാർക്ക് ഭഗവാനിൽ നിന്ന് മറ്റാർക്കും ലഭിക്കാത്ത കരുണാതിശയം ലഭിക്കുമെന്നും താൻ ഭഗവാന്റെ പാദപത്മമാകുന്ന ഏകാശ്രയത്തോടു കൂടിയ ഭക്തദാസനായി ജന്മജന്മാന്തരങ്ങളിലും ഭവിക്കട്ടെ എന്നുമാണ് തൻ്റെ പ്രാർത്ഥന എന്നും തനിക്ക് ചക്രവർത്തി സ്ഥാനമോ അല്ലെങ്കിൽ രസാതലാധിപത്യമോ സ്വർഗമോ ബ്രഹ്മസ്ഥാനമോ അല്ലെങ്കിൽ യോഗസിദ്ധികളോ മോക്ഷമോ പോലും ലഭിക്കണമെന്ന ആഗ്രഹമില്ല എന്നും തൻ്റെ മനസ്സ് ഭഗവാനെ ദർശിക്കുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും തനിക്ക് ഭഗവത്പാദ പത്മങ്ങളിൽ ആ സഖ്യം ഭവിക്കണമേ എന്നും
അതേപോലെ തനിക്ക് വിഷയസുഖങ്ങളിൽ ആസക്തി ഉണ്ടാകാതിരിക്കട്ടെ എന്നും മറ്റുമായി വൃത്രാസുരൻ തൻ്റെ പരമമായ ഭക്തി പ്രകടമാക്കുന്ന വാക്കുകൾ ഈ ഒരു സമയത്ത് ഇന്ദ്രനോടായി പറഞ്ഞു. അതിൽ പിന്നെ അവൻ തൻ്റെ ദേഹം വിടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ശൂലവുമായി ഇന്ദ്രൻ്റെ നേരെ ഓടിയെടുത്തു. അങ്ങനെ ആ ശൂലം ഇന്ദ്രനു നേരെ പ്രയോഗിച്ചു വൃത്രാസുരൻ. ഇന്ദ്രനാവട്ടെ ഒട്ടും ഭയപ്പെടാതെ തൻ്റെ ആ വജ്രായുധം പ്രയോഗിച്ച് വൃത്രാസുരനെ അദ്ദേഹത്തിൻ്റെ ആദ്യം ഭുജത്തെയാണ്, കൈകളെയാണ് ഛേദിച്ചു കളഞ്ഞത്. പിന്നെയും വൃത്രാസുരൻ വീണ്ടും ഓടിയെടുത്ത് തൻ്റെ പരിഘം കൊണ്ട് ഇന്ദ്രനെയും ഐരാവതത്തെയും അടിച്ചു. അങ്ങനെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ സമയം വജ്രായുധം താഴെ വീണു. ലജ്ജ കാരണം അതെടുക്കുവാൻ മടി കാണിച്ച് ഇന്ദ്രനോട് അതെടുത്ത് അതുകൊണ്ട് തന്നെ നിഗ്രഹിക്കുവാൻ വൃത്രാസുരൻ ആവശ്യപ്പെട്ടു. ലോകങ്ങളും ലോകപാലകന്മാരും യാതൊരു കാലമൂർത്തിയുടെ അധീനത്തിലാണോ ആ മൂർത്തിയായ ഭഗവാൻ തന്നെയാണ് ജയാപജയങ്ങൾക്കെല്ലാം ഏക കാരണം. എന്നാൽ ഇതൊന്നും അറിയാത്തവർക്ക്, അജ്ഞന്മാർക്ക് വെറും ജഡമായ ശരീരത്തെ ജയ അപജയ ഹേതുവായി കരുതുന്നു. കാലം അനുകൂലമല്ലെങ്കിൽ ദുഷ്കീർത്തി, മരണം എന്നിവ ആഗ്രഹിക്കാതെ തന്നെ വരുന്നത് പോലെ അനുകൂലമായാൽ മനുഷ്യന് ആയുസ്, ശ്രീ, കീർത്തി, ഐശ്വര്യം, ആശിസ് എന്നിവ ഉണ്ടാവുന്നു. അതറിയുന്നവൻ അകീർത്തിയിലും കീർത്തിയിലും സമനായാണ് വർത്തിക്കുന്നത്. ത്രിഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളാണല്ലോ, ആത്മാവിൻ്റെ ഗുണങ്ങളല്ല എന്ന് ആരാണോ അറിയുന്നവൻ അവൻ ഒരിക്കലും ഈ സംസാരത്തിൽ ബദ്ധനാവുന്നില്ല. ഇപ്രകാരമുള്ള വൃത്രാസുരൻ്റെ ആ തത്വപ്രസ്താവം കേട്ട് ഇന്ദ്രൻ ആ നിമിഷം അവനെ പ്രശംസിക്കേണ്ടായി. അനന്തരം വജ്രായുധം കയ്യിലെടുത്തുകൊണ്ട് ഇന്ദ്രൻ വൃത്രാസുരനോട് പറഞ്ഞു, വൃത്ര, ഇപ്രകാരമുള്ള ബുദ്ധി സിദ്ധിച്ച ഭവാൻ സിദ്ധനാണ്. ഭവാൻ സർവാത്മാവും സർവസുഹൃത്തും സർവേശ്വരനുമായ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നുവല്ലോ. ഇനി രജോ ഗുണപ്രധാനനും അസുരനുമായ ഭവാന് സർവേശ്വരനിൽ ഉറച്ച ബുദ്ധി സിദ്ധിച്ചുവെന്നുള്ളത് വളരെ ആശ്ചര്യം തന്നെയാണ്. അങ്ങനെ ഇന്ദ്രനും വൃത്രനും തമ്മിൽ ഇങ്ങനെ ധർമ്മവിചാരം ചെയ്തുകൊണ്ട് തന്നെ പിന്നീടുള്ള അവരുടെ യുദ്ധം തുടർന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ വൃത്രൻ ഉരുക്കുകൊണ്ടുള്ള തൻ്റെ പരികം ചുഴറ്റി ഇന്ദ്രനു നേരെ എറിഞ്ഞു. ഉടൻ തന്നെ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് വൃത്രൻ്റെ മറ്റേ കരത്തെയും മറ്റേ കൈയിനെയും ഈ പരികത്തെയും ഒന്നിച്ച് ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ അതിഭീമകായനായ വൃത്രൻ ഇന്ദ്രൻ്റെ നേരെ ഓടിയെത്തി അദ്ദേഹത്തെ വിഴുങ്ങി. എന്നാൽ വിശ്വരൂപൻ ഉപദേശിച്ചിരുന്ന ശ്രീനാരായണ കവചത്തിൻ്റെ മഹാത്മ്യത്താലും യോഗബലത്താലും ഇന്ദ്രനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം വൃത്രാസുരൻ്റെ ഉദരം ഭേദിച്ച് പുറത്തു വന്നിട്ട് വജ്രായുധം കൊണ്ടവൻ്റെ ശിരസ് ഛേദിച്ചു. ആ വജ്രായുധം ഒരു വർഷക്കാലം മുഴുവൻ വൃത്രൻ്റെ കഴുത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവൻ്റെ കണ്ഠം ഛേദിച്ചിട്ടു. ആ സമയത്ത് ആകാശത്തിൽ വാദ്യഘോഷങ്ങളെല്ലാം മുഴങ്ങേണ്ടായി. ഇന്ദ്രൻ്റെ ദേഹത്തിൽ പുഷ്പവൃഷ്ടി നടന്നുകൊണ്ടിരുന്നു ആ സമയത്ത്. എന്നിട്ട് വൃത്രൻ്റെ ദേഹത്തിൽ നിന്നും ബഹിർഗമിച്ച ആ ആത്മജ്യോതിസുണ്ടല്ലോ, അതെല്ലാവരും കാൺകെ തന്നെ ഭഗവാനിൽ വിലയം പ്രാപിച്ചു. വൃത്രാസുരൻ വധിക്കപ്പെട്ടപ്പോൾ സന്തുഷ്ടനായ ദേവന്മാരുണ്ടല്ലോ, മഹർഷിമാർ, പിതൃക്കൾ, ഭൂതങ്ങൾ എന്നിവരെല്ലാവരും ആനന്ദത്തോടുകൂടി സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ മടങ്ങി. എന്നാൽ വൃത്രാസുരവധം കാരണം ഉത്ഭൂതമായ ബ്രഹ്മഹത്യാ പാപം എങ്ങനെ കഴുകിക്കളയുമെന്നോർത്ത് ഇന്ദ്രൻ വിഷമിച്ചുപോയി. സർവേശ്വരനായ വിഷ്ണു ഭഗവാനെ അശ്വമേധം കൊണ്ട് യജിച്ച് പാപവിമുക്തി നേടാമെന്ന് മഹർഷിമാർ അപ്പോൾ ഇന്ദ്രനോടായി പറഞ്ഞു. അപ്പോഴേക്കും ബ്രഹ്മഹത്യാ പാപം ജരയാൽ വിറയ്ക്കുന്നവളും ക്ഷയരോഗഗ്രസ്തയും ചോര പുരണ്ട വസ്ത്രം ധരിച്ചവളും ചണ്ടാല സ്ത്രീയെ പോലെ ഇരിക്കുന്നവളും മത്സ്യത്തിൻ്റെ ദുർഗന്ധം പോലെ ഗന്ധമുള്ളവളുമായൊരു സ്ത്രീരൂപം കൈക്കൊണ്ട് ഇന്ദ്രനെ പിടികൂടുവാനായി ചെന്നു. ഇന്ദ്രൻ ആകാശത്തിലും സർവ്വദിക്കിലും ഓടിയിട്ടും ശാന്തി ലഭിക്കാതെ ഒടുവിൽ എന്തു ചെയ്തു? മാനസ സരസിൽ പ്രവേശിച്ചിട്ട് അനേകായിരം സംവത്സരം ജലാന്തർഭാഗത്തുള്ള താമരവളയത്തിൻ്റെ തന്തുക്കളെ അവലംബിച്ച് അതിൽ വസിച്ചു. ഒരു കാലത്ത് വിദ്യ, തപസ്, യോഗബലം, പ്രഭാവം എന്നിവ ഒത്തിണങ്ങിയിരുന്ന നഹുഷനായിരുന്നു സ്വർഗം ഭരിച്ചിരുന്നത്. എന്നാൽ ഐശ്വര്യം കൊണ്ട് മതാന്തനായ നഹുഷൻ ശചിദേവിയോട് താനാണ് ഇന്ദ്രൻ എന്നും തന്നെ പ്രാപിക്കണമെന്നും ആജ്ഞാപിച്ചു. മഹർഷിമാരാൽ വഹിക്കപ്പെട്ട വാഹനത്തിൽ ഇരുന്ന് തൻ്റെ സമീപത്തേക്ക് വന്നാൽ താൻ സ്വീകരിക്കാമെന്ന് പറയുവാനുള്ള ബൃഹസ്പതിയുടെ വാക്കനുസരിച്ച് ശചിദേവി അപ്രകാരം നഹുഷനോട് പറഞ്ഞു. അഗസ്ത്യാദി ഋഷിഗണങ്ങളാൽ വഹിക്കപ്പെട്ട നഹുഷൻ സർപ്പ അതായത് വേഗം നടക്കൂ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് മഹർഷിമാരെ സ്പർശിച്ചു. അപ്പോൾ ക്രുദ്ധനായി തീർന്ന അഗസ്ത്യമുനി ഒരു സർപ്പമായി തീരട്ടെ എന്ന് നഹുഷനെ ശപിച്ചു. തൽഫലമായി ആ നിമിഷം തന്നെ ഈ നഹുഷൻ സർപ്പമായി തീർന്നു. ബ്രഹ്മർഷിമാർ വന്ന് ഇന്ദ്രനെ കൊണ്ട് ഒടുവിൽ ഹയമേധം കഴിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന്
ബ്രഹ്മഹത്യാപാപം എല്ലാം നശിച്ച് വീണ്ടും ദേവേന്ദ്ര പദവിയെ പ്രാപിക്കുവാനും സാധിച്ചു.